ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി സ്റ്റഡി JK. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ലോങ്ങസ്റ്റ് ആയത്? എന്തൊക്കെ പ്രത്യേകതകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വേൾഡിലെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിംപ്ലി. വേൾഡിലെ മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനകളെ തമ്മിൽ ഒത്തുനോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് റിട്ടൺ അഥവാ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ലോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ്. അതായത് വേൾഡിലെ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മറ്റ് രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. USA ആണ് ലോകത്ത് ആദ്യമായി ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാക്കിയത്. ഇത് ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ അമെൻമെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭരണഘടനയാണ് USAയുടേത്. അതേസമയം UKയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ UKയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. അതായത് എളുപ്പത്തിൽ നമുക്ക് അമെൻമെന്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, പാർട്സ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 നിലവിൽ വന്നപ്പോൾ ഒറിജിനലി 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ 448 ആർട്ടിക്കിൾസ്, 25 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾസ് ആയിട്ട് ഉയർന്നു. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാംസ്. ഇനി എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ലെങ്തിയസ്റ്റ് ആയത്? വൈ ഇസ് ഇറ്റ് ദ ലെങ്തിയസ്റ്റ്? റിമെമ്പർ ദീസ് 4 മെയിൻ റീസൺസ്. ഫസ്റ്റ് വൺ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യയിൽ സെന്ററിനും സ്റ്റേറ്റ്സിനും കൂടി ഒരൊറ്റ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഉള്ളത്. അതേസമയം USAയിലൊക്കെ സ്റ്റേറ്റ്സിനും സെന്ററിനും വേറെ വേറെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ എന്താണ്, സെന്ററിനും സ്റ്റേറ്റ്സിനും കൂടി ഒരൊറ്റ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് ആണ്. ഓൾ ഇന്ത്യ സർവീസസ്, ഇലക്ഷൻ കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻസ്, ജുഡീഷ്യറി എന്നിവയെ കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. സോ അത് ഒരു റീസൺ ആണ്. തേർഡ് റീസൺ എന്ന് പറയുന്നത് ബോറോഡ് പ്രൊവിഷൻസ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല ആശയങ്ങൾ മാതൃകയാക്കിയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ബോറോഡ് പ്രൊവിഷൻസ് ആണ് അനദർ റീസൺ. ദെൻ ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സർട്ടൻ സ്റ്റേറ്റ്സ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ പോലുള്ള പ്രത്യേക മേഖലകൾക്കായിട്ട് ആർട്ടിക്കിൾ 371 പോലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സർട്ടൻ സ്റ്റേറ്റ്സ് ആണ് അനദർ റീസൺ. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിയാമ്പിളിൽ പ്രധാനമായിട്ടും 5 ആശയങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഐഡിയൽ എന്ന് പറയുന്നത് സോവറിൻ. ഇന്ത്യ ഈസ് ഇൻഡിപെൻഡന്റ്, നോ എക്സ്റ്റേണൽ പവർ കൺട്രോൾസ് ഇന്ത്യ. ഇന്ത്യ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. വേറെ ഒരു ഫോറിൻ കൺട്രിക്കും ഇന്ത്യക്ക് മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. ആൻഡ് സെക്കൻഡ് ഐഡിയലാണ് സോഷ്യലിസ്റ്റ്. ഇറ്റ് മീൻസ് സോഷ്യൽ ഓർ എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ സ്റ്റേറ്റ്. രാജ്യത്തെ എല്ലാവർക്കും സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്തുക, അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. ആൻഡ് തേർഡ് ഐഡിയൽ ഈസ് സെക്യുലാർ. നോ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ, ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻസ് ആൻഡ് റിലീജിയസ് ഫ്രീഡം. എല്ലാ റിലീജിയൻസിനും ഈക്വൽ റെസ്പെക്റ്റും സിറ്റിസൺസിന് റിലീജിയസ് ഫ്രീഡവും ഉണ്ടായിരിക്കും. ആൻഡ് ഈ റിലീജിയസ് ഫ്രീഡത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾസ് 25 to 28 അണ്ടർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ 2 വേർഡ്സ് ആഡ് ചെയ്യുന്നത് 42nd അമെൻമെന്റ് ആക്ട് 1976 വഴിയാണ്. ഈ 2 വേർഡ്സ് അല്ലാതെ ഇന്റഗ്രേറ്റ് എന്ന വേർഡും ആഡ് ചെയ്യുന്നത് 42nd അമെൻമെന്റ് ആക്ട് 1976 വഴിയാണ്. ആൻഡ് ഫോർത്ത് ഐഡിയൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണം. ഇതിനായിട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഥവാ ആർട്ടിക്കിൾ 326 പ്രകാരം 18 ഇയർ ഓൾഡ് ആയിട്ടുള്ള എല്ലാ സിറ്റിസൺസിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ദെൻ ഫിഫ്ത്ത് ഐഡിയൽ ആണ് റിപ്പബ്ലിക്. ഇലക്റ്റഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് പ്രസിഡന്റ്, നോ ഹെറിറ്ററി റൂളർ. ഇന്ത്യയിലെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പ്രസിഡന്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ്. ഇവിടെ രാജഭരണം പോലെ ഒരു ഹെറിറ്ററി റൂളർ അഥവാ പാരമ്പര്യ ഭരണാധികാരി ഇല്ല. സോ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഈ 5 എന്താണ് പ്രിയാമ്പിളിൽ പറയുന്ന ഐഡിയൽസ് ആണ്.
ആൻഡ് പിന്നെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് 42nd അമെൻമെൻറ്റ് ആക്ട് 1976 വഴി ആഡ് ചെയ്ത വേർഡ്സ് ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ 5 ഐഡിയൽസും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെന്റ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് ചില കാര്യങ്ങളിൽ അമെൻമെന്റ്സ് കൊണ്ടുവരാൻ വളരെ ഈസിയാണ്, എന്നാൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വളരെ പ്രയാസവുമാണ്. അതാണ് ഈ റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അമെൻമെന്റ് പ്രൊസീജിയേഴ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അത് ആർട്ടിക്കിൾ 368 ആണ്. പാർട്ട് 20യിലാണ് ആർട്ടിക്കിൾ 368 വരുന്നത് എന്നും കൂടി ഓർക്കുക. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സിമ്പിൾ മെജോറിറ്റി വഴി, ദെൻ സെക്കൻഡ് സ്പെഷ്യൽ മെജോറിറ്റി, തേർഡ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ഇതിലെ ആദ്യത്തെ സിമ്പിൾ മെജോറിറ്റി പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ആൻഡ് ഇത് ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ്. അമെൻഡഡ് ലൈക്ക് ആൻ ഓർഡിനറി ലോ. പാർലമെന്റില് ആ ദിവസം പ്രസന്റ് ആയിട്ടുള്ള ആളുകളുടെ 50% കൂടുതൽ പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 50% കൂടുതൽ പേർ യെസ് പറഞ്ഞാൽ ഈ അമെൻമെന്റ് പാസ്സാകും. സിമ്പിൾ മെജോറിറ്റി വഴി അമെൻഡ് ചെയ്യാൻ പറ്റുന്ന മാറ്റേഴ്സ് ആണ് ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, സിറ്റിസൺഷിപ്പ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. പിന്നെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ഈ അമെൻമെന്റ് പ്രൊസീജിയർ ആർട്ടിക്കിൾ 368 കീഴില് വരുന്നതല്ല എന്നും കൂടി ഓർക്കുക. ആർട്ടിക്കിൾ 368 വരുന്ന 2 അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് അത് സ്പെഷ്യൽ മെജോറിറ്റിയും സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷനുമാണ്. സിമ്പിൾ മെജോറിറ്റി ആർട്ടിക്കിൾ 368 ഉൾപ്പെടുന്നില്ല. ഇത് ഓർത്തു വെക്കുക. ഇനി സെക്കൻഡ് വൺ സ്പെഷ്യൽ മെജോറിറ്റി. ഇത് റിജിഡ് ടൈപ്പ് ആണ് ആൻഡ് ദിസ് പ്രൊസീജിയർ റിക്വയർസ് മോർ ദാൻ 50% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ആൻഡ് 2/3 മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അതായത് സഭയിലെ ആകെയുള്ള അംഗങ്ങളുടെ 50%ൽ കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് വേണം. അതേപോലെ അന്നത്തെ ദിവസം വോട്ട് ചെയ്ത ആളുകളുടെ 2/3 സപ്പോർട്ടും വേണം. സ്പെഷ്യൽ മെജോറിറ്റി വഴി അമെൻഡ് ചെയ്യാൻ പറ്റുന്ന മാറ്റേഴ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. പിന്നെ അതേപോലെ മോസ്റ്റ് അമെൻമെന്റ്സ്, മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സും ഈ സ്പെഷ്യൽ മെജോറിറ്റി കാറ്റഗറിയിലാണ് വരുന്നത് എന്നും കൂടി ഓർക്കുക. ഇനി തേർഡ് വൺ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ഇത് വെരി റിജിഡ് ടൈപ്പ് ആണ് ആൻഡ് ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ മെജോറിറ്റി and approval by at least half of state legislatures. Special majority plus state ratification വെരി റിജിഡ് ടൈപ്പ് ആകാനുള്ള കാരണം ഇത് രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന മാറ്റേഴ്സിനെ അമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആൻഡ് ഈ അമെൻമെന്റ് പ്രൊസീജിയർ വഴി അമെൻഡ് ചെയ്യുന്ന മാറ്റേഴ്സ് പ്രസിഡൻസ് ഇലക്ഷന്റെ നിയമങ്ങൾ മാറ്റുക, സുപ്രീം കോർട്ട് അല്ല ഹൈക്കോടതിന്റെ അധികാരങ്ങൾ മാറ്റുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന അമെൻമെന്റ് പ്രൊസീജിയർ ആണ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. സോ ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ആൻഡ് ഈ ആർട്ടിക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്? സ്പെഷ്യൽ മെജോറിറ്റിയും സ്പെഷ്യൽ പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷനും. ഇതിൽ വരാത്തത് ഏത് അമെൻമെന്റ് പ്രൊസീജിയർ ആണ്? സിമ്പിൾ മെജോറിറ്റി. അമെൻമെന്റ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനത്തെ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയാം. അതായത് ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, കൂടാതെ യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൽ ആദ്യം നമുക്ക് ഫെഡറൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഡിവിഷൻ ഓഫ് പവർ എന്ന് ഓർത്തു വെക്കുക. സെൻറ്ററിനും സ്റ്റേറ്റ്സിനും പവേഴ്സ് പങ്കുവെച്ച് നൽകുന്ന സിസ്റ്റം, ദാറ്റ് ഈസ് ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം. ഫെഡറൽ ഫീച്ചേഴ്സിൽ വരുന്നവയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ്, പിന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ദെൻ ബൈ ക്യാമറലിസം അറ്റ് സെന്റർ. സെൻട്രലില് 2 സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും. ദെൻ പാർട്ട്ലി റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് യൂണിറ്ററി ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഇന്ത്യക്ക് ഫെഡറൽ സിസ്റ്റം ഉണ്ടെങ്കിലും സെന്ററിന് കുറച്ചധികം പവർ നൽകിയിട്ടുണ്ട്. അതിനെയാണ് യൂണിറ്ററി ബയസ് അല്ലെങ്കിൽ സ്ട്രോങ് സെന്റർ എന്ന് പറയുന്നത്. യൂണിറ്ററി ഫീച്ചേഴ്സിൽ വരുന്നവയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഓൾ ഇന്ത്യ സർവീസസ്, എമർജൻസി പ്രൊവിഷൻസ്. അടിയന്തരാവസ്ഥ വരുമ്പോൾ, അതായത് എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ എല്ലാ പവറും സെൻട്രലിലേക്ക് പോകും. അതേപോലെ ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡൻസ് റൂൾ വരെ വരാവുന്നതാണ് ഇവിടെ.
ദെൻ ഗവർണർ അപ്പോയിൻമെന്റ്സ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഗവർണറെ നിയമിക്കുന്നതും ആരാണ്? സെൻട്രാണ്. സോ ഫെഡറൽ ഫീച്ചേഴ്സിലും യൂണിറ്ററി ഫീച്ചേഴ്സിലും വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഓർത്തു വെക്കുക. ഇനി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് നമ്മുടെ പാർലമെന്ററി ഭരണ സംവിധാനം, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് മോഡൽ. രാജ്യത്തെ പാർലമെന്ററി സിസ്റ്റം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് മോഡലിൽ നിന്നാണ്. ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നോമിനൽ എക്സിക്യൂട്ടീവ് വേഴ്സസ് റിയൽ എക്സിക്യൂട്ടീവ്. ഇന്ത്യയിലെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ്. പ്രസിഡന്റിന് യഥാർത്ഥ ഭരണാധികാരമില്ല. അതേസമയം റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിന്റെ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. സോ എക്സാംസിന് നോമിനൽ ഹെഡ് അല്ലെ നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണെന്നും റിയൽ ഹെഡ് അല്ലെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണെന്നും മാറിപ്പോകാതെ ഓർത്തിരിക്കുക. ഇനി പാർലമെന്ററി സിസ്റ്റത്തിലെ മെയിൻ ഫീച്ചേഴ്സ് കൂടി നമുക്ക് നോക്കാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ PM. പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന മന്ത്രിസഭയായിരിക്കും ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദെൻ മെജോറിറ്റി പാർട്ടി റൂൾ. തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവരായിരിക്കും റൂൾ ചെയ്യുന്നത്. ദെൻ ബൈ ക്യാമറൽ പാർലമെന്റ്. പാർലമെന്റിന് 2 സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും. ദെൻ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി. മന്ത്രിസഭ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പാർലമെന്റിനോട് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്, അതായത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. The bedrock of this system is collective responsibility under Article 75. അതായത് മന്ത്രിസഭയിലെ ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനത്തിന് മുഴുവൻ മന്ത്രിസഭയും റെസ്പോൺസിബിൾ ആയിരിക്കും. ഇനി 3 ടയർ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ പറ്റിയിട്ട് നോക്കാം. സാധാരണയായിട്ട് മിക്ക രാജ്യങ്ങളിലും 2 തലത്തിലുള്ള ഗവൺമെന്റുകളെ കാണാറുള്ളൂ. ഒന്ന് സെൻട്രലും ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സും. എന്നാൽ ഇന്ത്യയിൽ ഇതിന് താഴെയായിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കൂടിയിട്ട് ഭരണഘടന വഴി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ 3 ടയർ ഭരണ സംവിധാനം നിലവിൽ വരുന്നത്. ടോപ്പ് ലെവലില് യൂണിയൻ അല്ലെങ്കിൽ സെന്റർ, ദെൻ മിഡിൽ ലെവലില് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, ബോട്ടം ലെവലില് ലോക്കൽ ഗവൺമെന്റ്. ഈ ലോക്കൽ ഗവൺമെന്റിനെ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, റൂറൽ ലോക്കൽ ഗവൺമെന്റ് എന്നും അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്നും. സോ ബോട്ടം ലെവലിൽ വരുന്ന ഈ ലോക്കൽ ഗവൺമെന്റിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ഭരണ സംവിധാനമായ പഞ്ചായത്തിന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് 73rd അമെൻമെന്റ് ആക്ട് 1992 വഴിയാണ്. ആൻഡ് പഞ്ചായത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് വരുന്നത് ആർട്ടിക്കിൾ 243 to 243O വരെയാണ്. ആൻഡ് ഇത് നിലവിൽ വരുന്നത് 1993 എന്നുകൂടി ഓർക്കുക. ദെൻ അർബൻ ലോക്കൽ ഗവൺമെന്റ്. നഗരപ്രദേശങ്ങളിലെ ഭരണ സംവിധാനമായ മുനിസിപ്പാലിറ്റീസിന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് 74th അമെൻമെന്റ് ആക്ട് 1992 വഴിയാണ്. ആൻഡ് മുനിസിപ്പാലിറ്റീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് വരുന്നത് ആർട്ടിക്കിൾസ് 243P to 243ZG വരെയാണ്. പഞ്ചായത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 243 to 243O വരെയാണ്. O കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ എന്നാണ് P. സോ പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരുന്നത് മുനിസിപ്പാലിറ്റീസിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. പഞ്ചായത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭിക്കുന്നത് 73rd അമെൻമെന്റ് ആക്ട് 1992 വഴിയും മുനിസിപ്പാലിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭിക്കുന്നത് 74th അമെൻമെന്റ് ആക്ട് 1992 വഴിയാണ്. ആൻഡ് ഇത് രണ്ടിന്റെയും എൻഫോഴ്സ്മെന്റ് ഇയർ, അതായത് ഇത് രണ്ടും നിലവിൽ വരുന്നത് 1993 ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 12 to 35 വരെയാണ്. പിന്നെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിംപ്ലി. 1215 AD ഇംഗ്ലണ്ടിലെ കിങ്ങിന്റെ കയ്യിൽ ആബ്സല്യൂട്ട് പവർ ഉണ്ടായിരുന്നു, അതായത് കംപ്ലീറ്റ് അധികാരവും ഈ കിങ്ങിനായിരുന്നു. ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ ഈ കിങ്ങിന്റെ പവർ ലിമിറ്റ് ചെയ്യാനും ജനങ്ങളുടെ ബേസിക് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി സൈൻ ചെയ്ത ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ ഡോക്യുമെന്റ് ആണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട അവിടുത്തെ സിറ്റിസൺസിന് എന്ത് റൈറ്റ്സ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ ഗവൺമെന്റിന് ഇന്ത്യൻ സിറ്റിസൺസിന് മേലുള്ള
കൺട്രോൾ ലിമിറ്റ് ചെയ്യാനും ഇന്ത്യൻ സിറ്റിസൺസിന്റെ റൈറ്റ് സംരക്ഷിക്കാനും കഴിയുന്ന രേഖ ആയതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒറിജിനൽ മാഗ്ന കാർട്ട വരുന്ന ഇയർ 1250 AD ആണെന്നും മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നും ഓർത്തുവെക്കുക. അറ്റ് പ്രസന്റ് ടോട്ടൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. അവ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഇക്വാലിറ്റി. ഇതിൽ വരുന്ന ആർട്ടിക്കിൾ 14 to 18 വരെയാണ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22. തേർഡ് വൺ, റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23 to 24. ദെൻ ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 to 28. ഫിഫ്ത് വൺ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 29 to 30. ദെൻ ലാസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യൻ സിറ്റിസൺസിന് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിനെ സമീപിക്കാനുള്ള അവകാശം തരുന്നത് ഈ ആർട്ടിക്കിൾ 32 ആണ്. പിന്നെ ഡോക്ടർ BR അംബേദ്കർ ആർട്ടിക്കിൾ 32-നെ ഹെയർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി ഓർത്തിരിക്കുക. അതേപോലെ രാജ്യത്ത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 359 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. പക്ഷേ ഈ സമയത്തും ആർട്ടിക്കിൾ 2021, അതായത് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന ആർട്ടിക്കിൾ 2021 ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി DPSPനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4-ലാണ് DPSP, ദാറ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 36 to 51 വരെയാണ്. പിന്നെ DPSP നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് കൂടി ഓർത്തിരിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് USA നിന്നും, DPSP അയർലൻഡിൽ നിന്നും. ഇനി DPSPയുടെ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, നോൺ ജസ്റ്റിസിയബിൾ ആണ്. അതായത് ഗവൺമെന്റ് DPSP പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ സിറ്റിസൺസിന് സുപ്രീം കോടതിനെ സമീപിക്കാൻ കഴിയില്ല. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിയബിൾ ആണ്. DPSP ജസ്റ്റിസിയബിൾ അല്ല, നോൺ ജസ്റ്റിസിയബിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. ദെൻ ഫണ്ടമെന്റൽ ഇൻ ഗവേണൻസ്. ഇനി DPSP നമുക്ക് പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. സെക്കൻഡ്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്. തേർഡ്, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഗാന്ധിജിയുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഈ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് വില്ലേജ് പഞ്ചായത്ത്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ, ഡ്രഗ്സ് എക്സെട്ര. ദെൻ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഇതിൽ വരുന്നവയാണ് ഈക്വൽ പേ, വെൽഫെയർ ഓഫ് വർക്കേഴ്സ്, ലൈവ്ലിഹുഡ്, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഉറപ്പാക്കുക എന്നതൊക്കെ. ഇനി ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് വരുന്ന ആർട്ടിക്കിൾ 44 ആണ്. ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇന്റർനാഷണൽ പീസ്. DPSPയിൽ വരുന്ന ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള റിലേഷൻ, അതായത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാലൻസ്, ഇതിനെ പറ്റിയിട്ട് നോക്കാം. ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുന്ന ടൈമിൽ നമുക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ അതോ DPSP ആണോ വലുത്? ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയ ഒരു ഫേമസ് കേസാണ് മിനർവ മിൽ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് നടക്കുന്നത് 1980-ലാണ്. ഈ മിനർവ മിൽ കേസിൽ സുപ്രീം കോടതി പറയുന്ന 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നെയ്തർ ഫണ്ടമെന്റൽ റൈറ്റ് നോർ DPSP ഈസ് സുപ്പീരിയർ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ അതോ DPSP ആണോ വലുത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടിലും ഒന്നും മറ്റൊന്നിനേക്കാൾ മുകളിലല്ല. ദെൻ നെയ്തർ ഈസ് ആബ്സല്യൂട്ട്, രണ്ടും ആബ്സല്യൂട്ട് അല്ല. ദെൻ ഹാർമണി ആൻഡ് ബാലൻസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫൗണ്ടഡ് ഓൺ ദ ബെഡ് റോക്ക് ഓഫ് ദ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ഹാർമണി ആൻഡ് ബാലൻസിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ബാലൻസ് വ്യക്തമാക്കിയ കേസ് ഏതാണെന്ന്. സോ അതിനുത്തരം ഏതാണ്? മിനർവ മിൽ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇൻ 1980. സോ ഇത് ഓർത്തു വെക്കുക. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഭരണഘടനയുടെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഇനി ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നത്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. ആൻഡ് 42nd Amendment Act 1976
വഴിയാണ് ആദ്യമായിട്ട് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ആഡ് ചെയ്തത്. അറ്റ് പ്രസന്റ് ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇപ്പോൾ ഉണ്ട്. ഇതിൽ ഈ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നത് 86th അമെൻമെന്റ് ആക്ട് 2002 വഴിയാണ്. It provides education opportunities to children aged between 6 to 14 years. ഇനി സിംഗിൾ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് നോക്കാം. ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഈ സിംഗിൾ സിറ്റിസൺഷിപ്പിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നാഷണൽ യൂണിറ്റി ഉറപ്പാക്കുക എന്നതാണ്. അതേസമയം USA ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. എന്നാൽ ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല, പകരം എന്താണ്, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഇനി യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അതായത് വോട്ട് അവകാശത്തെ കുറിച്ച് നോക്കാം. വോട്ടിംഗ് റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ഇന്ത്യയിൽ 18 ഇയേഴ്സ് തൊട്ടുള്ള എല്ലാ സിറ്റിസൺസിനും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഏർലിയർ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആയിരുന്നു. ദെൻ ത്രൂ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1988 വഴി വോട്ടിംഗ് ഏജ് 18 ഇയേഴ്സ് ആയിട്ട് കുറച്ചു. ആൻഡ് ഇത് എഫക്റ്റീവ് ആകുന്നത് 1989 കൂടി ഓർക്കുക. സോ ഇത്രയും നമുക്കൊന്നുകൂടെ നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് 4A അണ്ടർ ആർട്ടിക്കിൾ 51A ബേസ്ഡ് ഓൺ സ്വരൻസിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ആഡഡ് ബൈ 42nd അമെൻമെന്റ് ആക്ട് 1976. അറ്റ് പ്രസന്റ് ടോട്ടൽ 11 ഡ്യൂട്ടീസ് ഉണ്ട്. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നത് ബൈ 86th അമെൻമെന്റ് ആക്ട് 2002 വഴിയാണ്. ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോർ നാഷണൽ യൂണിറ്റി unlike USA's dual citizenship. Then universal adult franchise, Article 326, voting age reduced from 21 to 18 by 61st Amendment Act 1988. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. ഇനി ഈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട 3 ഷീൽഡ്സ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ഈ ജുഡീഷ്യൽ റിവ്യൂ? ഗവൺമെന്റോ പാർലമെന്റോ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയാൽ അതിനെ അനലൈസ് ചെയ്യാനും ചെക്ക് ചെയ്യാനും അതേപോലെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനും, അതായത് റദ്ദാക്കാനുമുള്ള കോടതിയുടെ പവറാണിത്. ആൻഡ് ഈ ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 13, 32 to 26. ഇനി ഈ ആർട്ടിക്കിൾ 13 പറയുന്നത് ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓർ ഇൻ ഡിറോഗേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഉള്ള ഏതൊരു നിയമവും സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ദെൻ ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് റിട്ട് വഴി അത് നേടിയെടുക്കാനുള്ള അധികാരം. ഇനി ആർട്ടിക്കിൾ 226, പവർ ഓഫ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്ട്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനും അതേപോലെ മറ്റ് ലീഗൽ റൈറ്റ്സിനും വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അധികാരം, അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഇനി സെക്കൻഡ് ഷീൽഡിൽ വരുന്നതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. അതായത് ലോ മേക്കിംഗ് ബോഡി ആയിട്ടുള്ള ലെജിസ്ലേച്ചറിൽ നിന്നും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവിൽ നിന്നും കോടതികളെ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നു. പിന്നെ ഗവൺമെന്റിന്റെയോ പൊളിറ്റീഷ്യൻസിന്റെയോ യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ ജഡ്ജിമാർക്ക് സ്വതന്ത്രമായിട്ട് നീതി നടപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. സോ ഇതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ആണ് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ. പിന്നെ ഇതിൽ നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 141. ആർട്ടിക്കിൾ 141 പറയുന്നത് ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് സുപ്രീം കോർട്ട് പ്രഖ്യാപിക്കുന്ന ഏതൊരു നിയമവും ഇന്ത്യയിലെ മറ്റെല്ലാ കോടതികൾക്കും ബാധകമാണ്. അതാണ് ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 141. ഇനി എമർജൻസി പ്രൊവിഷൻസിനെ പറ്റിയിട്ട് നോക്കാം. ഭരണഘടനയുടെ പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾസ് 352 to 360 വരെയാണ്. ഇനി ഭരണഘടനയിൽ പറയുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി ടൈപ്സ്, അത് ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നാഷണൽ എമർജൻസി ആണ്, ദേശീയ അടിയന്തരാവസ്ഥ. രാജ്യത്തിന് പുറത്തുനിന്നോ അകത്തുനിന്നോ വലിയൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രധാനമായിട്ടും വരുന്ന 3 കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വാർ, ദെൻ എക്സ്റ്റേണൽ അഗ്രഷൻ, ദെൻ തേർഡ് വൺ ആംഡ് റെബല്യൻ.
ഈ ആംഡ് റെബല്യനെ നേരത്തെ ടേം ചെയ്തിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു. പിന്നീട് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1978 വഴി ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന ഈ ഫ്രേസിനെ ആർട്ടിക്കിൾ 352 നിന്ന് റിമൂവ് ചെയ്യുകയും പിന്നീട് ഇന്റേണൽ ഡിസ്റ്റർബൻസിനെ റീപ്ലേസ് ചെയ്ത് വന്ന ന്യൂ ടേം ആണ് ആംഡ് റെബല്യൻ. അതുകൂടാതെ ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി സെക്കൻഡ് എമർജൻസി ടൈപ്പാണ് പ്രസിഡൻസ് റൂള്, രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 356 ആണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ സ്റ്റേറ്റ്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിലനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ പ്രസിഡൻസ് റൂള് ഏർപ്പെടുത്തുന്നു. അതേപോലെ ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റ് തകരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആ സ്റ്റേറ്റില് ക്രമസമാധാനം പൂർണ്ണമായിട്ട് തകരുമ്പോൾ കേന്ദ്രത്തിന്, അതായത് സെന്ററിന് അവിടുത്തെ ഭരണം ഏറ്റെടുക്കാൻ നൽകുന്ന ഒരു പവറും കൂടിയാണ് ഈ ആർട്ടിക്കിൾ 356. ദെൻ തേർഡ് എമർജൻസി ടൈപ്പാണ് ഫൈനാൻഷ്യൽ എമർജൻസി. ആർട്ടിക്കിൾ 360 ആണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ത്രെറ്റ് ടു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെയോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വലിയ ഭീഷണി ഉണ്ടാകുമ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഈ ഫൈനാൻഷ്യൽ എമർജൻസി. പിന്നെ ഇന്ത്യയിൽ ഇതുവരെ ഒരിക്കൽ പോലും ഫൈനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. എമർജൻസി പ്രൊവിഷൻ വരുന്നത് പാർട്ട് 18 അണ്ടർ ആർട്ടിക്കിൾ 352 to 360. മെയിനായിട്ട് 3 ടൈപ്പ് എമർജൻസി ആണുള്ളത്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, ഗ്രൗണ്ട്സ് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റെബല്യൻ. പ്രസിഡൻസ് റൂൾ ആർട്ടിക്കിൾ 356, ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ സ്റ്റേറ്റ്. ദെൻ ഫൈനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360, ത്രെറ്റ് ടു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നാഷണൽ എമർജൻസി ഇന്ത്യയിൽ 3 തവണ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേസമയം ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് നോക്കിയത്. ഇതിൽ പറഞ്ഞ ഓരോ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് സിംപ്ലി സ്റ്റഡി GK എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next class.